ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുമരർ. എൻ്റെ പേര് നീനു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട്. പാർട്ട് 2 ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ദയവായി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേളിൽ പാർട്ട് 1 കാണുക. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ഞാൻ ഈ വീട്ടിലെ അടിമയല്ല, പക്ഷേ അവൾ പറഞ്ഞ കണക്ക് തന്നെ രസകരമായ ചില കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് ഒരു ഫണ്ണി എലമെൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു, കാരണം എല്ലാവർക്കും അവരവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതെല്ലാം. എപ്പോഴെങ്കിലും ഇതിൻ്റെ ചെറിയൊരു ഒരു 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 സീനെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് എൻജോയ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ചേട്ടായി, 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 എനിക്ക് എനിക്ക് ചേട്ടായി, എനിക്ക് കൊള്ളാലോ. ഞാൻ പോയപ്പോ എന്റെ തലേണയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണോ? ചേട്ടായി, എനിക്കൊരു കാര്യം ചെയ്തു തരാന്ന് പറഞ്ഞത് മറന്നുപോയോ? ഒന്ന് ഓർത്ത് വയ്ക്ക്. ചേട്ടായി, ഇന്നലെ നമ്മള് പഴങ്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ചോറ് വെള്ളത്തിലിട്ട് മറന്നുപോയോ? ആഹാ, ഇവിടെ തുടങ്ങി ഓൾറെഡി.
കേട്ടോ. ചേട്ടായി, ചേട്ടായി, കഴിയണമായിരിക്കല്ലേ? ചേട്ടായി, ചേട്ടായി. തുണി നിവർത്തിട്ട് വരുമ്പോഴത്തെ ഒരു കാപ്പി ഇട്ട് കൊടുത്തേക്കാം. ചേട്ടായി വരുമ്പോഴത്തേക്ക് ഒരു കാപ്പി ഇട്ട് തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതവിടെ ഇരുന്നത് കണ്ടില്ല. കാണത്തില്ല, നീ കാണത്തില്ലല്ലോ. തുടക്കേണ്ടത് ഞാനല്ലേ. നീ പൊന്നും പൊളിഞ്ഞു വാ. കുറച്ചു നേരം അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരിക്കും. പണി ഞാൻ ചെയ്തോളാം. ഇരട്ടിപ്പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ? ചേട്ടായി എന്താടി? ഒന്നുമില്ല. ഈ വീഡിയോ ഒരു ട്വിസ്റ്റ്. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമാവും. അവൾ തട്ടിയിട്ടപ്പം പാത്രം വീഴുന്ന എല്ലാവരും കണ്ട്, പക്ഷേ ഈ സാധനം വീഴുന്നത് ആരും കണ്ടില്ല. അത് താഴെ വീണ് ഉരുണ്ട് ഒതുങ്ങി മാറി അവിടെ കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വെപ്രാളത്തിൽ ഓടിയപ്പം ഞാനത് കണ്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നത്, കെട്ടിയോളാണ് എൻ്റെ മാലാക. പഴഞ്ചോറ് കഴിക്കുന്നത് കണ്ടിട്ട് കൊതി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം പ്ലീസ്. അത് ഞങ്ങളുടെ അപേക്ഷയാണ്. കാരണം ഞങ്ങൾ രാവിലെ പഴഞ്ചോറ് കഴിച്ചിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം തന്നെ അത് കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ വെള്ളം ഇറക്കിയാണ് വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്തത്. കാരണം അത്രയ്ക്ക് കൊതി വന്നായിരുന്നു. നമുക്ക് മലയാളികൾക്കെല്ലാം അങ്ങനെയാണല്ലോ. പഴഞ്ചോറ്, ചട്ടിയിൽ വെച്ച മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. സോ ആ ഒരു ഫീലിംഗ് വായിൽ കപ്പലോടുന്ന വെള്ളമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഫണ്ണി ആയിട്ടുള്ള കണ്ടൻസ് ആയിട്ട് ഞങ്ങൾ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ? എനിക്ക് അപകടങ്ങളൊന്നുമില്ല, ഞാൻ മറിഞ്ഞു വീണിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.